ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. വളരെ വേദനാജനകമായിട്ടുള്ള ഒരു വാർത്തയാണ് നമ്മുടെ തൊട്ട അയൽ രാജ്യമായിട്ടുള്ള ബംഗ്ലാദേശിൽ നിന്ന് കേട്ടല്ലേ. ദീപു എന്ന് പറയുന്ന ഒരു ഹൈന്ദവ സഹോദരനെ അള്ളാഹു അക്ബർ വിളിച്ചുകൊണ്ട് ആ സഹോദരനെ വളരെ ക്രൂരമായി മർദ്ദിച്ച് തല്ല് ചതച്ച് ഉടുതുണി പോലും ഇല്ലാതെ കെട്ടിവലിച്ച് ഒരു മരത്തിൽ കൊണ്ട് കെട്ടിത്തൂക്കി തീ കൊളുത്തി കൊല്ലുന്ന ഒരു വീഡിയോ. ആ ഒരു വീഡിയോ നമുക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒന്നും പ്രചരിപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം അത് അത്രയ്ക്ക് വയലേഷൻ ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നമുക്ക് കാണിക്കാൻ പറ്റില്ല. എന്താണെങ്കിലും ഞാൻ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് ശരിക്കും പറഞ്ഞാൽ ഞെട്ടി. കാരണം ഇവിടുത്തെ കേരളത്തിലെ മുസ്ലിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇതുപോലെ തെമ്മാടിത്തരം കാണിച്ചിട്ടുള്ള ഒരു നാറിയും ഇസ്ലാമിൻ്റെ ഭാഗമല്ല. അവരൊന്നും ഇസ്ലാമിൻ്റെ ആദർശങ്ങളെ ഉൾക്കൊണ്ട് ജീവിക്കുന്നവരൊന്നും അല്ല. അള്ളാഹു അക്ബർ എന്ന പരിശുദ്ധ നാമം വിളിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു മനുഷ്യനെ കൊല്ലുമ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നടക്കുന്ന എന്താണ്? ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള ദളിതനെയും മുസൽമാനെയും ക്രൈസ്തവനെയും ക്രൂരമായി കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച. ഇത് രണ്ടും കൂട്ടി യോജിക്കുമ്പോഴത്തേക്ക് ഇതിനെ എങ്ങനെയാണ് നമുക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന? പലസ്തീനിലൊരു യുദ്ധമുണ്ടാകുമ്പോൾ ആ പലസ്തീൻ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാറുണ്ടല്ലേ. മറ്റ് ഏതെങ്കിലും രാജ്യങ്ങളിലൊരു മുസ്ലിം മരണപ്പെടുമ്പോൾ നമ്മൾ അവർക്ക് വേണ്ടിയും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കാറുണ്ട്. ആ ഒരു സഹോദരനെ എന്തിൻ്റെ പേരിൽ, മതത്തിൻ്റെ പേരിൽ, ഏത് ആദർശത്തിൻ്റെ പേരിലാണ് ഈ നാറികളെല്ലാം കൂടെ കൊന്നു കൊലവിളിച്ചത്? അതിനെ ഒരിക്കൽ പോലും സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരാൾ പോലും മുന്നോട്ട് വരാൻ പാടില്ല. നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത് വാളയാർ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു അന്യ സംസ്ഥാന തൊഴിലാളിയായിട്ടുള്ള രാം നാരായണൻ എന്ന് പറയുന്ന ഒരു സഹോദരനെ കഴിഞ്ഞ ദിവസം കുറെ വർഗീയവാദികളായിട്ടുള്ള സംഘപരിവാറിൻ്റെ നാറികൾ അദ്ദേഹത്തെ അതിക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തി. ഏതാണ്ട് 45ഓളം ചതവുകളാണ് അദ്ദേഹത്തിൻ്റെ ദേഹത്തുണ്ടായിരിക്കുന്നത്. തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള ഇഞ്ചുറി ഉണ്ടായി. അദ്ദേഹത്തിൻ്റെ വാരിയലുകൾ ഒടിഞ്ഞു നുറുങ്ങി. അത് പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടുള്ള ആ ഡോക്ടർ പറയുന്ന കേട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയം ഒന്ന് പിടയും. എന്തായാലും ഈ ഒരു വാർത്ത, നമ്മുടെ മൂക്കിൻ്റെ തുമ്പത്ത് നടന്നിട്ടുള്ള ഈ ഒരു വാർത്ത കണ്ടിട്ട് നമ്മുടെ ഈ മലനാടൻ എന്ന് പറയുന്ന സത്യസന്ധമായ വാർത്തകൾ മാത്രം പ്രചരിപ്പിക്കുന്ന ഈ വേട്ടാവളിയൻ അതിനെക്കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിട്ടില്ല. പക്ഷേ അങ്ങ് ബംഗ്ലാദേശിൽ ഒരു ഹൈന്ദവ സഹോദരനെ ഈ പറയപ്പെടുന്ന വൃത്തികെട്ട നാറിയ കൂട്ടങ്ങളെല്ലാം കൂടെ തല്ലിക്കൊന്നപ്പോൾ ഇവന് വാർത്ത ചെയ്യാൻ കാണിച്ചിട്ടുള്ള ഈ ഒരു ആർജവം, സ്വന്തം രാജ്യത്തെ ഒരു പൗരൻ ഈ സംഘപരിവാർ നാറികളാൽ കൊല്ലപ്പെട്ടിട്ട് എന്തുകൊണ്ടാണ് ഇയാൾ ഒരു വാർത്ത ചെയ്യാഞ്ഞത്? ഇവിടുത്തെ സംഘപരിവാറിനെ പറയുമ്പോൾ ഇവന്റെ കിടുങ്ങാമണി വിറയ്ക്കുമോ? സത്യത്തിൽ ഇവരെയൊക്കെ എങ്ങനെയാണ് നമ്മളൊരു മാധ്യമ പ്രവർത്തകൻ എന്ന് വിശേഷിപ്പിക്കുന്നത്? എന്തായാലും ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക്, ഉറക്കമെണിച്ച് ഈ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്ക് ഇയാൾക്ക് വല്ലാത്തൊരു വേദന ഉണ്ടായെന്നാണ് പറഞ്ഞത്. പക്ഷെ ഇത് കണ്ടിട്ട് വേദന ഉണ്ടായില്ല. കൊന്നത് സംഖ്യകളായതുകൊണ്ടാണ് ഇവനിക്ക് വേദന ഉണ്ടാകുന്നത്. അതുപോലെ മുസ്ലിം നാമധാരികളായിരുന്നുണ്ടെങ്കിൽ ഇവൻ അതിനകത്ത് ഊത്തലും വേദനയും ഉണ്ടായേനെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ഒരു വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കേൾക്കുക. കേട്ടതിന് ശേഷം കൃത്യമായ മറുപടി നിങ്ങൾ ഇവനിക്ക് കൊടുക്കണം. കാരണം ഇതുപോലുള്ളവനെയൊന്നും നമ്മൾ ഒരിക്കലും മാധ്യമ പ്രവർത്തകൻ എന്ന് വിളിക്കാൻ പാടില്ല. ഈ രണ്ട് കൊലപാതകത്തെയും ഒരിക്കലും നമ്മൾ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല. വീഡിയോ കണ്ടു നോക്കാം. അതിരാവിലെ ഈ വീഡിയോ കാണേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന വേദനയും സങ്കടവും ഒക്കെ എനിക്കറിയാം. എന്നോട് ക്ഷമിക്കണം ഇങ്ങനൊരു വീഡിയോയിൽ തുടങ്ങേണ്ടി വന്നതിൽ. നമ്മുടെ യശസ്വരീനായ ശ്രീനിവാസന്റെ മരണത്തിനപ്പുറത്തേക്ക് എന്റെ ഹൃദയത്തിലേക്ക് തൊട്ടത് ഈ സങ്കടകരമായ വീഡിയോ ആണ്. അറിയാതെ കണ്ടുപോയതാണ്. ആ വീഡിയോ ആരെയും കാണിക്കാൻ പോലും കഴിയില്ല സോഷ്യൽ മീഡിയ നിയമം അനുസരിച്ച്. പക്ഷെ അതേക്കുറിച്ച് എങ്ങനെ പറയാതെ ഈ ദിവസം തുടങ്ങാൻ കഴിയും? നമ്മുടെ തൊട്ടയൽപക്കത്ത് ബംഗ്ലാദേശിൽ സംഭവിച്ചതാണ്. ബംഗ്ലാദേശിലെ ഒരു ഹിന്ദു വിശ്വാസിയായ ചെറുപ്പക്കാരൻ ദീപു ചന്ദ്രദാസ് എന്നാണ് പേര്. അയാൾക്ക് 25 വയസ്സ് മാത്രമേ ഉള്ളൂ. ഭാര്യയുണ്ട്, കുഞ്ഞുണ്ട്, വയ്യാത്ത അച്ഛനും അമ്മയുമുണ്ട്. ആ കുടുംബത്തെ അയാൾ നോക്കുന്നത് അവിടെ ഒരു ടെക്സ്റ്റൈൽസ് ഗാർമെന്റ് നിർമ്മാണ കമ്പനിയിൽ ജോലി ചെയ്തത്. നമുക്കറിയാം, അമേരിക്കയിലേക്കും മറ്റും കയറ്റുമതി ചെയ്യുന്ന ഗാർമെന്റ് ഇൻഡസ്ട്രിയാണ് ബംഗ്ലാദേശിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവവായു. അവിടെ പണിയെടുത്ത് കിട്ടുന്ന തുച്ഛമായ ശമ്പളത്തിൽ കുടുംബം നയിക്കുന്ന ഒരു മനുഷ്യനാണ് ദീപു ചന്ദ്രദാസ്. ആ മനുഷ്യൻ പ്രവാചക നിന്ദ നടത്തി എന്നാരോപിച്ച്, ഞാൻ ആരോപിച്ചെന്ന് അടിവരയിട്ട് പറയുകയാണ്. എന്ത് പ്രവാചക നിന്ദയാണ് നടത്തിയതെന്ന് നമുക്ക് ആർക്കും അറിയില്ല. ലോകമെമ്പാടും പ്രവാചക നിന്ദ എന്ന പേരിൽ മനുഷ്യനെ കൊലയ്ക്ക് കൊടുക്കുന്ന പണികൾ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു നിന്ദ നടത്തിയിട്ടുണ്ട് എന്ന് ആർക്കും അറിയില്ല. ആരെങ്കിലും ഒക്കെ പറഞ്ഞാൽ മതി. നമ്മുടെ സമൂഹത്തിന്റെ പ്രത്യേകത അതാണ്. സോഷ്യൽ മീഡിയയിലൂടെ ഒരാൾ പറയുന്നു, അത് ആവർത്തിക്കാൻ അനേകം പേരുണ്ട്. ഇന്നലെ എന്നെക്കുറിച്ച് റിപ്പോർട്ടർ ചാനലിൽ വലിയൊരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിരുന്നു. കോട്ടയം കാരിത്താസ് ആശുപത്രിയിലെ ക്യാൻസർ വിദഗ്ധൻ ഡോക്ടർ ജോജോ വി ജോസഫിന്റെ കാല് വെട്ടുമെന്ന് ഞാൻ ആഹ്വാനം ചെയ്തു. അതിന്റെ പേരിൽ ജാമ്യമില്ലാ വകുപ്പിൽ എനിക്കെതിരെ കുറ്റം ചുമത്തിയെന്നാണ് റിപ്പോർട്ടർ ചാനലിന്റെ ഫേസ്ബുക്കിൽ വന്ന ആ പോസ്റ്ററിന്റെ അടിയിലെ കമന്റുകളിലൂടെ ഞാനൊന്ന് പോവുകയായിരുന്നു. അതിൽ കമന്റ് ഒരുപക്ഷെ മോഡറേറ്റ് ചെയ്തതാവാം. പക്ഷെ എന്തായാലും അതിൽ വന്നിരിക്കുന്ന മഹാഭൂരിപക്ഷം കമന്റുകളും മുസ്ലിം നാമധാരികൾ ഇവരെ എവിടെ കണ്ടാലും തല്ലിക്കൊല്ലണം, പേപ്പട്ടിയാണ്, മുസ്ലിം വിരോധിയാണ്, ഇവനെ കൊല്ലണം എന്ന തരത്തിലുള്ള പ്രചരണമാണ്. ഇത് രണ്ടും ഒരേ തരം മനസ്സായാണ് ഞാൻ കാണുന്നത്. വാസ്തവത്തിൽ ഞാൻ പലതവണ പറഞ്ഞ കാര്യം ആവർത്തിക്കേണ്ടതിൽ ഇന്നേവരെ പ്രവാചകനെതിരെയോ ഇസ്ലാം മതത്തിനെതിരെയോ ഇസ്ലാം വിശ്വാസത്തിനെതിരെയോ ഒന്നും പറഞ്ഞിട്ടില്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ
കടുത്ത ഇസ്ലാം വിരോധികൾ, ഇസ്ലാമെ കൊള്ളത്തില്ല എന്ന് പറയുന്നവർ, ഞാൻ ഇവരുടെ അച്ചാരം വാങ്ങി അവരെ വെള്ളപൂശാൻ വേണ്ടി സംസാരിക്കുന്ന ആളാണെന്നുള്ള ആരോപണം എനിക്ക് മേൽ ചുമത്താറുണ്ട്. പലരും എന്നോട് തർക്കിക്കാൻ വരാറുണ്ട്, ഞാൻ ഇസ്ലാമിനെ വെള്ളപൂശുന്നു എന്ന് പറഞ്ഞു. പക്ഷെ മഹാഭൂരിപക്ഷം വരുന്ന തീവ്ര ചിന്താഗതിക്കാരായ മുസ്ലിം വിശ്വാസികളുടെ ധാരണ ഞാൻ ഇസ്ലാമിനെ കുറിച്ച് എന്തോ പറയുന്നു എന്നാണ്. ആ കാരണം ഇത്തരം പ്രവാചകനിന്ദ ആരോപണങ്ങൾ എന്തേ, അതിന്റെ അടിത്തറ എന്തേ എന്ന് അന്വേഷിക്കാതെ ജനക്കൂട്ടം വിചാരണ നടത്തി ശിക്ഷ വിധിക്കുന്നത് പതിവാകുന്നു ലോകത്തിന്റെ പല ഭാഗത്തും. ഈ ചെറുപ്പക്കാരനോട് അവർ ചെയ്തത് എന്താണ്? അവർ വലിയൊരു വിചാരണ നടത്തുന്നു. വിചാരണ നടത്തി അയാളെ തല്ലിക്കൊല്ലുന്നു എന്നാണ് പത്രവാർത്തകൾ സൂചിപ്പിക്കുന്നത്. അയാളെ വിചാരണയ്ക്കൊടുവിൽ തല്ലിക്കൊന്നിട്ടാണോ കെട്ടിയിട്ടതെന്ന് അറിയില്ല. ഞാൻ കണ്ട വീഡിയോ ദൃശ്യം, എന്റെ ഉറക്കം നഷ്ടപ്പെട്ട വീഡിയോ ദൃശ്യം, അയാളെ നഗ്നനാക്കി ഒരു മരത്തിൽ കെട്ടിയിട്ടിരിക്കുകയാണ്. കൈയും കാലും ഒക്കെ ബന്ധിപ്പിച്ച് മരത്തിൽ കിടക്കുന്നു. പൂർണ്ണ നഗ്നനാണ്. അയാൾ ഒന്നും മിണ്ടുന്നില്ല. അയാളുടെ ശരീരത്തിൽ വലിയ തോതിൽ ആക്രമിക്കുന്നുണ്ട്. അനേകം ആളുകൾ അയാൾ കത്തുകയാണ്. എന്നെ വേദനിപ്പിച്ചത് അതല്ല, ചുറ്റും കൂടിയിരിക്കുന്ന ആയിരക്കണക്കിന് മനുഷ്യരുടെ അല്ലാഹു അക്ബർ വിളിയാണ്. ആയിരക്കണക്കിന് മനുഷ്യർ. ആ ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണ്. ആയിരക്കണക്കിന് മനുഷ്യർ അവിടെ നിന്നുകൊണ്ട് ആഹ്ലാദ നൃത്തം ചവിട്ടുന്നു, അല്ലാഹു അക്ബർ വിളിക്കുന്നു. ഞാൻ ആകെ തകർന്നുപോയി ഈ വീഡിയോ കണ്ടപ്പോൾ. ആ മനുഷ്യനെ എനിക്കറിയില്ല. അയാൾ എന്റെ സഹോദരനായി എനിക്ക് ഫീൽ ചെയ്യാൻ കാരണം അയാൾ ആൾക്കൂട്ട വിചാരണ നേരിട്ട് മരണത്തിന് കീഴടങ്ങി എന്നതുകൊണ്ട് തന്നെയാണ്. അയാൾ ആരുമാവട്ടെ, അയാൾ മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, സിഖുകാരനാവട്ടെ, ജൂതനാവട്ടെ, ആരുമാവട്ടെ, അയാൾ ഒരു മനുഷ്യനാണ്. ഈ ലോകത്ത് ജീവിക്കാൻ അയാൾക്ക് അവകാശമുണ്ട്. അയാൾ കുറ്റകൃത്യം ചെയ്തെങ്കിൽ അയാൾ ജീവിച്ചിരിക്കുന്ന രാജ്യത്തെ നിയമം അനുസരിച്ച് അയാളെ വിചാരണ ചെയ്ത് ശിക്ഷിക്കണം. അതാണ് ലോക നിയമം. അങ്ങനെ ഒരാളെ ഒരു കുറ്റം ആരോപിച്ച് ആൾക്കൂട്ടം ഒരു മരത്തിൽ കെട്ടിയിട്ട് അയാളെ മർദ്ദിച്ച് അഗ്നിക്കിരയാക്കി കൊല്ലുന്നത് ഏതുതരം ആശയത്തിന്റെ പുറത്താണ്? എനിക്കൊരിക്കലും പിടികിട്ടുന്നില്ല. അങ്ങനെ ചെയ്താൽ, ഒരു മനുഷ്യനെ പച്ചയ്ക്ക് കത്തിച്ചാൽ അയാളുടെ ജീവൻ പോകുന്നത് കണ്ട് നൃത്തം ചെയ്യാൻ കഴിയുന്നത് ഏതുതരം മാനസികാവസ്ഥയുള്ള മനുഷ്യർക്കാണ്? അങ്ങനെ കത്തിച്ചാൽ സ്വർഗം കിട്ടുമെന്ന് ഏതെങ്കിലും ഒരു മതം പഠിപ്പിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. ലോകത്തൊരു മതത്തിനും ലോകത്തൊരു ദൈവത്തിനും പച്ചയായി മനുഷ്യന്റെ ജീവൻ കൊത്തിപ്പറിച്ചെടുക്കാൻ ഉപദേശിക്കാനോ പഠിപ്പിക്കാനോ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇസ്ലാമിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഭീകരന്മാരാണ് ഇത് ചെയ്യുന്നത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ കൊലപാതകത്തിന് കൂട്ടുനിന്നവർ, ആ കൊലപാതകത്തിൽ കൈയടിച്ചവർ, അതിനെ തടയാൻ ശ്രമിക്കാത്തവരൊക്കെ മനുഷ്യരല്ല. അവരൊന്നും ദൈവത്തിന്റെ മുമ്പിൽ മനുഷ്യരായി കണക്കാക്കപ്പെടില്ല. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെങ്കിൽ അവരെ കാത്തിരിക്കുന്നത് നിത്യനരകമാണ്. അവർ എത്ര നേരം നിസ്കരിച്ചാലും എത്ര നേരം ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചാലും അവർ ഈ വൃത്തികേടിന് കൂട്ടുനിന്നത് കൊണ്ട് തന്നെ അവരെ കാത്തിരിക്കുന്നത് നരകയാതനയാണ്. എന്താണ് ആരും പ്രതിഷേധിക്കാത്തത്? അങ്ങകലെ നമ്മളുമായി ഒരു ബന്ധവുമില്ലാത്ത ഫലസ്തീനിൽ ഇസ്രായേൽ സൈന്യത്തിന്റെ ആക്രമണത്തിൽ നിരപരാധികൾ കൊല്ലപ്പെടുന്നു എന്ന് പറഞ്ഞ് എന്നും നമ്മൾ ചർച്ച നടത്തുന്നില്ലേ? എന്നും നമ്മൾ കണ്ണീരൊഴുക്കുന്നില്ലേ? ഈ ഒരു വാർത്ത കേട്ടപ്പോൾ മനസാക്ഷിയുള്ള എല്ലാ മനുഷ്യർക്കും മനസ്സിൽ വേദന ഉണ്ടായിട്ടുണ്ട്. കാരണം ഏതൊരു ആദർശത്തിൻ്റെ പേരിലാണെങ്കിലും ആ ഒരു സഹോദരനെ കൊലപ്പെടുത്തിയതിനോട് ഇവിടെ ആരും യോജിക്കുന്നില്ല. പിറന്ന രാജ്യം, നമ്മുടെ സ്വന്തം രാജ്യമായിട്ടുള്ള നമ്മുടെ ഈ നാട്ടിൽ എത്രയോ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് ഇവിടെ മാംസത്തിൻ്റെ പേരിലും അവൻ്റെ ജാതിയുടെ പേരിലും ഒക്കെ തല്ലിക്കൊന്ന് വളരെ ക്രൂരമായ രീതിയിൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റാത്ത അത്രത്തോളം ഭയാനകമായ രീതിയിൽ കൊലപ്പെടുത്തിയിട്ട് അവർക്കെതിരെ സംഘപരിവാറാണ് ഇത് ചെയ്തതെന്ന് പറയാനായിട്ടുള്ള ഒരു ആർജവം, നട്ടല്ലേ ഈ പറയുന്ന മാധ്യമ പ്രവർത്തകരുണ്ടോ? ഈ ബുധനാഴ്ച വാളയാറിൽ സംഘപരിവാറിന്റെ പരമനാറികളെല്ലാം കൂടെ ഒരു സാധു യുവാവിനെ തല്ലിക്കൊന്നു. 35 വയസ്സുള്ള റാം നാരായണൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ തല്ലിക്കൊന്നു. 2 മക്കളുണ്ട്, ഒരു കുടുംബമുണ്ട്. ആ മനുഷ്യനെ കുറിച്ചിട്ട് ഈ ഒരു വാർത്തയിൽ ജസ്റ്റ് ഒന്ന് പരാമർശിച്ചെങ്കിലും പോകാമായിരുന്നല്ലോ. ഇയാളത് പറഞ്ഞോ? ഈ റാം നാരായണൻ എന്ന് പറയുന്ന ഈ ഹൈന്ദവ സഹോദരനെ കൊലപ്പെടുത്തിയത് റാം മുദ്രാവാക്യം വിളിച്ച് ഈ രാജ്യത്ത് കുഴപ്പമുണ്ടാക്കുന്ന ഈ മത തീവ്രവാദികളായിട്ടുള്ള ഈ നാറികളായതുകൊണ്ടും സംഘപരിവാർ ആയതുകൊണ്ടാണ്. നട്ടലിന്റെ ഭാഗത്ത് വാഴപ്പിണ്ടി വെച്ചിട്ട് ഈ സംഘപരിവാറിനെ വെളുപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള വാർത്തകളുമായിട്ട് ഈ മഞ്ഞ ഉണങ്ങിയ പത്രത്തിന്റെ കൊണാണ്ടറായിട്ടുള്ള ഇവൻ വന്നിരുന്നുകൊണ്ട് ഇങ്ങനെ ഗീർവാണം മുഴക്കുന്നത് കണ്ടപ്പോൾ അവന് സങ്കടം തോന്നിപ്പോയെന്ന്. മനുഷ്യനായി പിറന്ന എല്ലാവർക്കും ഈ 2 വാർത്തകളും കണ്ടപ്പോഴത്തേക്ക് സങ്കടം തോന്നിയിട്ടുണ്ട്. ഇതിനെ രണ്ടിനെയും ഞങ്ങൾ ഇവിടെ ന്യായീകരിക്കില്ല. കാരണം ഇതിനെ രണ്ടിനെയും ചെറുത്തു തോൽപ്പിക്കേണ്ടത് ഈ രാജ്യത്തെ മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആളുകളും തന്നെയാണ്. ഈ ഒരു വീഡിയോ കണ്ട എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ വേണം ഇതിനൊക്കെ കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കാൻ. കാരണം ഇതുപോലുള്ള വൃത്തികെട്ട മനസ്സിനുടമകളായിട്ടുള്ള ആളുകളെ നമ്മൾ തിരിച്ചറിയണം. ഒരു വിഭാഗം ചെയ്യുമ്പോൾ അത് തീവ്രവാദവും മറ്റൊരു വിഭാഗം ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചിട്ടൊരു അക്ഷരം പോലും മിണ്ടാത്ത ഇവനൊക്കെ എന്ത് മാധ്യമ ധർമ്മമാണ് നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നത്? സംഘപരിവാറിന്റെ ഉച്ചിഷ്ടവും തിന്ന് അവൻ്റെയൊക്കെ ആസനവും താങ്ങി നടക്കുന്ന ഇതുപോലുള്ള വൃത്തികെട്ടവരെയൊക്കെ നമ്മൾ ഈ പൊതുസമൂഹത്തിൽ തിരിച്ചറിയണം. നിങ്ങളുടെ കമന്റുകൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.